നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ തുടക്കം കൂടി സൃഷ്ടിച്ചുകൊണ്ട് സൗദി അറേബ്യയുമായി പുതിയ വ്യാപാര ബന്ധത്തിന് തയ്യാറെടുക്കുകയാണ് മോദി സർക്കാർ. ഇന്ത്യയിൽ സൗദി അറേബ്യൻ സർക്കാരിന്റെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വിദേശ നിക്ഷേപ ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇളവ് നൽകാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ വർദ്ധിക്കുന്ന പുതിയ തൊഴിൽ സാധ്യതകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വികസന മുന്നേറ്റമാണ് ലോകരാഷ്ട്രങ്ങൾ കാണാൻ പോകുന്നത്. സൗദി അറേബ്യയുമായുള്ള വ്യാപാര ബന്ധത്തിലൂടെ ഇന്ത്യ വൻ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്കൊപ്പം ഉയർന്നു വരാൻ തരത്തിൽ പ്രബല ശക്തിയായി മാറാനുള്ള സാധ്യതകളും വിദൂരമല്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദവും സന്ദർശനവും വളരെയേറെ വിമർശിക്കപ്പെടുമ്പോഴും ഓരോ സന്ദർശനത്തിന് പിന്നിലും ഇത്തരം പുതിയ വികസന അന്വേഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ഊട്ടിയുറപ്പിക്കാനും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനുമാണ് ഇന്ത്യയും സൗദിയും നീക്കം ചെയ്യുന്നത് എന്ന് വിദേശ ചാനലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജം, അടിസ്ഥാന സൗകര്യം, ഫാർമസ്യൂട്ടിക്കൽ എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്താനുള്ള ധാരണയിലെത്തിയിരുന്നു. സൗദി അറേബ്യയുമായി ഉഭയകക്ഷി നിക്ഷേപ കരാറിനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇന്ത്യയിൽ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ചട്ടങ്ങൾ കാലാനുസൃതമായി പലതും പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ചില പരിമിതികളും നിബന്ധനകളും ഒക്കെയുണ്ട്. ഇത് അനുസരിക്കാനും അംഗീകരിക്കാനും തയ്യാറല്ലാത്ത പല രാജ്യങ്ങളും ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ നിലവിലെ വിദേശ ചട്ടങ്ങൾ അനുസരിച്ച് അനുബന്ധ കമ്പനികൾ വഴി നടത്തുന്ന നിക്ഷേപവും പ്രധാന കമ്പനിയുടെ നിക്ഷേപമായാണ് പരിഗണിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളിലെ ആകെ നിക്ഷേപം 10% കൂടുതലാകരുത് എന്നും ചട്ടങ്ങൾ പറയുന്നു. ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ വിദേശ കമ്പനികൾ മടിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതിന് പരിഹാരമായി അനുബന്ധ കമ്പനികൾക്കും വെവ്വേറെ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ സൗദി സർക്കാരിന്റെ വിവിധ നിക്ഷേപ കമ്പനികൾക്ക് അവരുടെ അനുബന്ധ കമ്പനികൾ വഴിയും ഇനി ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ കഴിയും. എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരോ സൗദി അധികൃതരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സൗദിയുടെ നിലവിലെ വിദേശ നിക്ഷേപ ചട്ടങ്ങൾ നോക്കിയാൽ സൗദി സർക്കാരിന് വിവിധ നിക്ഷേപങ്ങൾ നടത്താൻ 1971 കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസൂസ് അൽ സൗദിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സോവറിൻ വെൽത്ത് ഫണ്ടുകളിലൊന്നായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴി $925 ബില്യൺ നിക്ഷേപമാണ് കൈകാര്യം ചെയ്യുന്നത്. നിലവിൽ ജിയോ പ്ലാറ്റ്ഫോമിൽ $1.5 ബില്യൺ, റിലയൻസ് റിട്ടെയിലിൽ $1.3 ബില്യൺ സൗദിയുടെ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപം. അടുത്തിടെ US-ലും വൻ നിക്ഷേപം നടത്താൻ സൗദി കരാർ ഒപ്പിട്ടിരുന്നു. ഈ ഫണ്ടിന്റെ 65% സൗദി അറേബ്യയിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. ഇതുകൂടാതെ ലോകത്തിലെ പ്രമുഖ കമ്പനികളായ ഊബർ, ബോയിങ്, ബാങ്ക് ഓഫ് അമേരിക്ക, മെറ്റ, സിറ്റി ഗ്രൂപ്പ്, ഡിസ്നി തുടങ്ങിയവയിലെല്ലാം നിക്ഷേപമുണ്ട്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപം ക്രൂഡ് ഓയിലിന് പുറത്തുനിന്നുള്ള വരുമാനം കണ്ടെത്താനുള്ള സൗദിയുടെ സാഹചര്യങ്ങളും വർദ്ധിപ്പിക്കും. ഇതിനായി 2024 ഇരു രാജ്യങ്ങളും ടാസ്ക് ഫോഴ്സിനെയും നിയമിച്ചിരുന്നു. ഇന്ത്യയിലെ സൗദി നിക്ഷേപങ്ങൾക്കായി നികുതി ഇളവ് നൽകാനുള്ള സാഹചര്യവും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയെ വൻ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാകുന്നതോടെ ഇന്ത്യയുടെ കുതിപ്പ് അസ്ത്രവേഗത്തിലാകുമെന്ന് ഉറപ്പിക്കാം.